കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ബി.ജെ.പി. നേതാവ് കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. പാനൂർ പാലത്തായിൽ 4 വയസ്സുകാരിയെ അധ്യാപകനായിരുന്ന ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ സ്കൂളിലെ ശൗചാലയത്തിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. ഏറെ രാഷ്ട്രീയ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ച പാലത്തായി കേസിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ബലാത്സംഗ കുറ്റവും പോക്സോ വകുപ്പും നിലനിൽക്കുമെന്ന് കണ്ടെത്തിയാണ് ബി.ജെ.പി. നേതാവ് പത്മരാജനെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ശിക്ഷ നാളെ വിധിക്കും. പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ശിശുദിനമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല, അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ നിയമവും ജുഡീഷ്യറിയും അവരുടെ കൂടെ ഉണ്ട് എന്നും അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. 2020 ജനുവരി മാസത്തിനും ഫെബ്രുവരിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നത്. പാലത്തായി എന്ന സ്ഥലത്ത് ഈ 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ആദ്യം ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പക്ഷേ ഈ പരാതി വ്യാജമാണ് എന്നതാണ് കണ്ടെത്തിയത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പോക്സോ കേസിൽ ഇതിൽ നിന്നും ഒഴിവാക്കി. പിന്നീട് എസ് ശ്രീജിത്ത് IPSന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ആ സമയത്ത് പുറത്തു വന്നത് വലിയ വിവാദമായി. ഈ പ്രതി നിരപരാധിയാണ് എന്നതായിരുന്നു അന്നത്തെ ഓഡിയോ ക്ലിപ്പ്. ഏറ്റവും ഒടുവിൽ അന്വേഷണം അന്നത്തെ തളിപ്പറമ്പ് DYSP ആയിരുന്ന TK രത്നകുമാറിന് കൈമാറി. അദ്ദേഹമാണ് പോക്സോ വകുപ്പ് അടക്കം ചുമത്തി പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിഭാഗം പ്രധാനമായും ആരോപിക്കുന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കുറ്റക്കാരനല്ല, തെളിവില്ല എന്ന് കണ്ടെത്തിയ കേസിലാണ് പിന്നീട് TK രത്നകുമാർ അന്വേഷിച്ച് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത്. TK രത്നകുമാർ പിന്നീട് PP ദിവ്യയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തി. ഏറ്റവും ഒടുവിൽ റിട്ടയർഡ് ആയതിനു ശേഷം ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ TK രത്നകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഈ അന്വേഷണം അട്ടിമറിച്ചു എന്നതാണ് പ്രതിഭാഗം ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രതിഷേധങ്ങളും നടന്ന ഒരു കേസാണിത്. ഇത്തരത്തിൽ ഞാൻ പറയാൻ കാരണം, ഈ അന്വേഷണ സംഘത്തിന് ഒട്ടടങ്കം മാറ്റി ഈ പുതിയ ലോക്കൽ പോലീസിനെ അന്വേഷണം ഏൽപ്പിക്കുകയും അവർ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം ഇന്ന് നഗരസഭ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് SCP രത്നകുമാർ. അദ്ദേഹമാണ് ഈ കേസിൽ അന്വേഷണം, PP ദിവ്യയുടെ കേസ് അന്വേഷിച്ച ആളാണ്. അദ്ദേഹമാണ് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. ഒരു റിപ്പോർട്ട് ജഡ്ജ് എല്ലാ വശങ്ങളും പരിശോധിച്ച് അവരുടേതായ ഒരു വ്യൂ ഉണ്ടാവും. അതിനാണല്ലോ നമ്മൾ അപ്പീൽ കോടതി ഫയൽ ചെയ്യുന്നത്. കുട്ടിയുടെ പരാതി വ്യാജമാണ് എന്നതാണ് BJPയുടെ പ്രതികരണം. മാത്രമല്ല, ഈ പരാതിക്ക് പിന്നിൽ SDP ആണെന്നും BJP ആരോപിക്കുന്നു. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.